വചനമൊഴി നവംബർ 22. വചനഭാഗം വെളിപാട് 21:9-14, ലൂക്കായുടെ സുവിശേഷം 9:10-17. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ശ്ലീഹന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം ഈശോയോട് വിവരിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് സ്വകാര്യമായി ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് പിൻവാങ്ങി. ഇതറിഞ്ഞ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുകയും സൗഖ്യം ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുന്നതിനും ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേയുള്ളൂ. ഈ ജനത്തിനു മുഴുവൻ ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ജനത്തെ 50 വീതം പന്തികളായിരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട അവർ ശേഖരിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, കർത്താവെ, ഈ ജനത്തെ പറഞ്ഞയച്ചാലും അവരെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കട്ടെ. മരുഭൂമിയാണല്ലോ, വിജന സ്ഥലമാണല്ലോ. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ. ശിഷ്യന്മാരുടെ വാക്കുകളിൽ കാരുണ്യത്തിന്റെ ഭാവമുണ്ടായിരുന്നു. അവർ ഒന്നും കഴിച്ചിട്ടില്ല, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കട്ടെ. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ശിഷ്യന്മാരുടെ കാരുണ്യത്തിന്റെ ഭാവത്തിൽ നിന്ന് ഈശോ അവരെ ദിവ്യകാരുണ്യത്തിന്റെ ഭാവത്തിലേക്ക് മാറാൻ പറയുകയാണ്, തന്നെ തന്നെ നൽകുവാൻ. ഈശോ തന്നെ തന്നെ നൽകിയതിനാണല്ലോ നമ്മൾ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരുടെ രൂപീകരണത്തിനും ഈശോ അവരോട് പറയുകയാണ്, കാരുണ്യത്തിൽ നിന്ന് ദിവ്യകാരുണ്യത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ക്രൈസ്തവ ശിഷ്യത്വം എന്ന്. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഈശോ പറഞ്ഞു, അത് മതി. ഈശോ അത് വാങ്ങി ആശീർവദിച്ച് അവർക്ക് തന്നെ തിരിച്ചു നൽകി. അത് അനേകായിരങ്ങൾക്ക് സംതൃപ്തി നൽകി. നമുക്ക് ഇല്ലായ്മകളെക്കുറിച്ച് ആകുലപ്പെടുകയല്ല, എന്തുണ്ട് എന്ന് നോക്കി അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കുള്ളത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദത്തോട് ചേർന്ന് നാം പങ്കുവെക്കുമ്പോൾ അനേകായിരങ്ങൾക്ക് സംതൃപ്തി കിട്ടുന്നു. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ കാരുണ്യത്തിൽ നിന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് മാറാനുള്ളൊരു കൃപയും, നമുക്കുള്ളതിനെ തമ്പുരാന്റെ കരത്തോട് ചേർത്ത് വെച്ച് പങ്കുവെക്കുവാനായിട്ടും അങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ അനേകായിരങ്ങൾക്ക് സംതൃപ്തി നൽകുവാനായിട്ടും സാധിക്കും. ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.